ബാക്ക് ടു അപ്പിത്ത വ്ളോഗ്സ്. അപ്പോൾ ഇപ്പോൾ വെളുപ്പിന് 3 മണി സമയം എന്തോ ആണ്. ഞാൻ കുറച്ച് നേരം ഉറങ്ങിയായിരുന്നു കേട്ടോ. നമ്മൾ ക്യുബക്കിലോട്ട് പോവുകയാണ്, മോൺട്രിയൽ സൈഡിലോട്ട് പോവുകയാണ്. അപ്പോൾ ചെറിയൊരു ട്രിപ്പ് വ്ളോഗാണ്. ട്രിപ്പ് വ്ളോഗ് എന്നല്ല, ലൈക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിന് US വിസ അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത് മോൺട്രിയൽ സൈഡാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി അവനെ അവിടെ ഡ്രോപ്പ് ചെയ്യാനായിട്ടുള്ളൊരിതിലാണ്. പ്ലസ് നമ്മൾ ആ സ്പോട്ടിൽ പോകാത്തത് കൊണ്ട് അങ്ങനെ ഡ്രോപ്പ് ചെയ്താൽ നമ്മളവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങി എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നുള്ളൂ. ആ ദിവസം തന്നെ നമ്മൾ തിരിച്ചു വരും. ദാറ്റ് മീൻസ് ഇന്ന് തന്നെ നമ്മൾ തിരിച്ചു വരും. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും യൂട്യൂബിലൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു, എല്ലാവരെയും കാണിക്കാമെന്ന് വെച്ചു എങ്ങനെയുണ്ട് സ്ഥലം എന്ന്. പിന്നെ ഐ എം ലൈക്ക് സോ എക്സൈറ്റഡ്. എനിക്ക് കാണണം എന്നാഗ്രഹമുള്ള സ്ഥലമാണ് മോൺട്രിയൽ സൈഡ്. എനിവേ സോ ലെറ്റ്സ് ഗോ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് 5 hour ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അവന് രാവിലെ 9 മണിക്കാണ് അപ്പോയിൻമെൻറ്റ്. സോ ഇവിടുന്ന് ഈ ഒരു ടൈമിൽ ഇറങ്ങിയാലേ ആ സമയത്ത് അവിടെ എത്തത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഏർലി പോകുന്നത്. അപ്പം ഞാൻ എന്തായാലും നേരത്തെ കിടന്നു കേട്ടോ കുറച്ച് നേരം, അല്ലെങ്കിൽ ഉറക്കം ഭയങ്കര ശോകമാവും. പിന്നെ ഇപ്പോൾ ഫോള് ലൈക്ക് വിൻ്റർ ഓൾമോസ്റ്റ് സ്റ്റാർട്ടായി. സ്നോ ഈ മാസം എൻ്റെ അടുത്ത മാസം തുടങ്ങും. പക്ഷെ നല്ല തണുപ്പ് തുടങ്ങി. അപ്പോൾ ജാക്കറ്റ് ഇല്ലാണ്ട് പറ്റത്തില്ല. അപ്പം ജാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ അവനെ നമുക്ക് പിക്ക് ചെയ്യാനായിട്ട് പോകണം. നോർത്ത് യോർക്കിലാണ്. എന്നിട്ട് വേണം നമ്മുടെ സംഭവം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, നമ്മൾ ട്രിപ്പ് അങ്ങോട്ട് പോകണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ എഴുന്നേറ്റുള്ളൂ കേട്ടോ. അതാണ് ഞാനിങ്ങനെ കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ കുറച്ച് സംസാരിക്കുന്നത്. ബട്ട് നമുക്ക് എന്തായാലും വീഡിയോ സൂപ്പറാക്കാം. ഞാൻ എന്തായാലും ഇനിയിപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ എനർജറ്റിക് ആയേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് തകർക്കാം. ഞാൻ ജസ്റ്റ് ഒരു സാധാ ഒരു ക്രോപ്പ് ടോപ്പും പാൻസും ജാക്കറ്റുമാണ് എടുത്തിട്ടുള്ളത്. നമ്മളപ്പോൾ ഗ്യാസ് സ്റ്റേഷനിൽ വന്നേക്കുവാണ് അടുത്തുള്ളത് പെട്രോൾ അടിക്കാനായിട്ട്. അതേപോലെ നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെ പിക്ക് ചെയ്തു. ഇനി നമ്മൾ പോവുകയാണ്. ഓൾമോസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഒരു 4 to 5 hour ഡ്രൈവ് ആണ്. നമുക്ക് നോക്കാം. എന്തായാലും ഇവിടെ ഇപ്പോൾ വെളുപ്പിന് 3:30 എന്തോ ആയി. അപ്പോൾ ഇരുട്ടാണ്. പ്രത്യേകിച്ച് ഈ സമയത്തൊന്നും കാണിക്കാനുണ്ടാകത്തില്ല. എന്തായാലും ഞാൻ ഇവിടെ വിട്ടിട്ട് എന്തെങ്കിലും കാണിക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് വെളിച്ചം വന്നിട്ടേ കാണിക്കുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് നേരത്തെ യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനലി എത്തി. നമുക്കിനി 1/2 hour കൂടി ഉണ്ട്. അപ്പോൾ നമ്മളൊരു വെളുപ്പിനായപ്പോഴത്തേക്കും എത്തിയായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അതാണ് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തത് കേട്ടോ. നമ്മൾ ആ കണ്ണ് വെച്ചിട്ട് നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു. വീഡിയോയിൽ കാണുമ്പോൾ അത്രയും വലിയ രസമൊന്നുമില്ല. പിന്നെ കുറച്ച് ക്ലാരിറ്റിയും കുറവാണ്. പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേ ഉള്ളൂ. നമ്മളപ്പോൾ ഒട്ടാവയിലെത്തി. മോൺട്രിയലിലോട്ടല്ല കേട്ടോ നമ്മൾ വിചാരിച്ചത്, മോൺട്രിയലിലോട്ട് പോകുന്നതാണ്. പിന്നെയാണ് മനസ്സിലാക്കിയത് ഇവന് ഇൻ്റർവ്യൂ മോൺട്രിയലല്ല ഒട്ടാവയിലാണെന്ന്. ഇവിടുന്ന് 2 മണിക്കൂർ എന്തോ ഉള്ളൂ മോൺട്രിയലിലോട്ട്. പക്ഷെ നമ്മൾ ഇതിന് ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നിരിക്കുന്നത് ഒട്ടാവയിലാണ്. അപ്പോൾ അവനിപ്പോൾ കയറിയിട്ടുണ്ട്. ഭയങ്കര വലിയ ലൈനാണ്. ലൈക്ക് പുറത്ത് അല്ലെങ്കിൽ തണുപ്പത്ത് കുറേ പേരുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഇവനും പോയി നിൽക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞാൻ വിളിച്ചിട്ട് നമുക്കിവിടെ കറങ്ങാനായിട്ട് പോവാം. അങ്ങനെ അവനപ്പോൾ US വിസ അതിൻ്റെ ഇതെടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ഒരു ലോങ് ക്യൂ കണ്ടു. അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഒരു 2 hours 1.5 hour അറൗണ്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് വന്നു. അപ്പോൾ നമ്മൾ പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാം എന്നൊക്കെ വിചാരിച്ചു. ഇവിടെ പാർക്കിംഗ് ഭയങ്കര സീനാണ്. നമുക്ക് എവിടെയും പേ ചെയ്യാണ്ട് പാർക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയില്ലായിരുന്നു. അതേപോലെ ഇവിടെ കൂടുതലും ചർച്ചസ്, മ്യൂസിയംസ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ്. ഒരു ഹിസ്റ്റോറിക് കൈൻഡ് ഓഫ് സ്പോട്ടാണ്. നല്ല രസമാണ് കാണാനായിട്ടൊക്കെ. പക്ഷേ എല്ലാവിടെയും നമ്മൾ പൈസ കൊടുക്കണം. ഒരു സ്ഥലത്ത് നമുക്ക് പൈസ കൊടുക്കാണ്ട് കയറാൻ പറ്റില്ല. ആണെങ്കിൽ ഭയങ്കര കത്യമാണ്. അല്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് മ്യൂസിയംസിലൊക്കെ കയറി ഇരുന്നേനെ. അപ്പോൾ നമ്മൾ മ്യൂസിയമിലൊന്നും കയറിയില്ല. ജസ്റ്റ് പുറത്തുനിന്ന് ഇതൊക്കെ കണ്ടു. നമ്മളവിടെ കുറേ നേരം നടന്നു, എൻജോയ് ചെയ്തു, അത്രേ ഉണ്ടായുള്ളൂ. ചർച്ചിലൊക്കെ നമുക്ക് കയറാൻ പറ്റി. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട് കയറിയിട്ട്. പക്ഷെ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ചർച്ചിൻ്റെ അകത്ത് നമുക്ക് വീഡിയോസും ഫോട്ടോസും എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെല്ലാം എടുത്തിട്ടുള്ളത്. അലൗഡാണ്. അലൗഡ് അല്ലെങ്കിൽ അവർ ആദ്യമേ എഴുതി കാണിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ചെന്നാൽ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ.
പിന്നെ വെതറും നല്ലതായിരുന്നു, അതുകൊണ്ട് നടക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് ഫസ്റ്റ് ചെയ്തത് ടിമ്മിൽ കയറിയിട്ട് ഒരു റാപ്പും ചായയും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അപ്പോൾ എനർജി ഒന്ന് കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എല്ലാ കാര്യത്തിനും നന്നത്. അപ്പോൾ നമ്മൾ ഫാമേഴ്സ് റാപ്പ് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്, അതാണ് ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റാണ്, എഗ്ഗും സോസേജും ഒക്കെ ഉള്ളൊരു റാപ്പാണ്. അതാണ് ഞങ്ങൾ യൂഷ്വലി ബ്രേക്ക്ഫാസ്റ്റിന് ഇഷ്ടമുള്ളൊരു സംഭവം. അപ്പോൾ അതൊക്കെ കഴിച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടം വരെ വന്നിട്ട് നമ്മളെന്തെങ്കിലുമൊക്കെ കാണണമല്ലോ. നമ്മൾ ജസ്റ്റ് ഇത്രയും 5 hours ഡ്രൈവ് ചെയ്തിട്ട് വന്നിട്ടൊന്നും കാണാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ കുറച്ച് മ്യൂസിയംസും കാര്യങ്ങളും പിന്നെ കുറച്ച് ചർച്ചസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വരെ പോയിട്ട് വരാമെന്ന് വെച്ചു. ഇവിടെ പാർക്കിംഗ് ഭയങ്കര ശോകമാണ്. നമ്മൾ കുറേ കറങ്ങിയിട്ടാണ് ഒരു സ്ഥലത്ത് പാർക്കിംഗ് കിട്ടിയത്. അതും പേ ആൻഡ് പാർക്കിംഗ് ആണ് എല്ലാവിടെയും, പബ്ലിക് പാർക്കിംഗ് ഇല്ല. അപ്പോൾ അവിടേക്ക് നടക്കണം, കാരണം അവിടെ ഒന്ന് പാർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര പൈസ കൊടുക്കണം. അപ്പോൾ നമ്മൾ ചീപ്പായിട്ട് പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് പാർക്ക് ചെയ്തിരിക്കണം. എന്നിട്ട് നമുക്ക് അവിടെ വരെ നടക്കാമെന്ന് വെച്ചു. വലിയ തണുപ്പില്ല, എന്തെങ്കിലും കുട്ടി ടൈപ്പ് ഇട്ടാൽ മതി. പക്ഷെ ജാക്കറ്റ് തന്നെ വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. പിന്നെ കാണാൻ നല്ല ഭംഗിയായിട്ട് ഇവിടെ ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു ഔട്ട്ഫിറ്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മൾ പേ ആൻഡ് പാർക്കിംഗ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം, എന്നിട്ട് വേണം നമുക്കിവിടെ പാർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ പാർക്ക് ചെയ്തതിൻ്റെ അടുത്താണ് ഈ ഒരു ചർച്ച് വന്നത്. അപ്പോൾ നമ്മൾ പിന്നെ കയറിയത് ഈ ചർച്ചിലോട്ടാണ്. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഫോട്ടോസും വീഡിയോസും ഒക്കെ അലൗഡ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് കേട്ടോ. ലൈക്ക് നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഭയങ്കര ഭംഗിയായിരുന്നു, വലിയ ചർച്ചായിരുന്നു, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മൾ ജസ്റ്റ് ഇവിടെ കറങ്ങുവാണ്, സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നോക്കുവാണ്, എവിടെ പോകണം എവിടെ പോകണ്ട ഒന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ അടുത്ത് തന്നെ കുറേ പാർലമെൻറ്റ്, ചേർച്ചസ്, മ്യൂസിയംസ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. അങ്ങനെ ഈ ജയൻ്റ് ആയിട്ടുള്ള സ്പൈഡറിൻ്റെ ബാക്കിൽ നാഷണൽ ആർട്ട് ഗാലറി ആണുള്ളത്. അവിടെ ഭയങ്കര ഫീ ആണ്, പക്ഷേ ഏതൊക്കെയോ ദിവസം ഫ്രീ ആണ്, നമുക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല. നമ്മൾ ജസ്റ്റ് ഫോട്ടോസും വീഡിയോസും ഇവിടെ നിന്ന് എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാർലമെൻ്ററി സൈഡ് പോയി. അവിടെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ ആ സമയത്ത് വെതർ നല്ലതായതുകൊണ്ട് ഇറ്റ് വാസ് ലൈക്ക് സോ ഗുഡ്, നല്ല ഭംഗിയായിരുന്നു. അതേപോലെ തന്നെ ഇങ്ങനെ കുറേ സംഭവങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അങ്ങനെ അധികം കുറേ സ്ഥലത്തൊന്നും കയറാനായിട്ട് പറ്റിയില്ല. പക്ഷെ നമ്മൾ ജസ്റ്റ് അവിടെ മൊത്തം ചുറ്റി നടന്നു കണ്ടു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ ഗൈസ്. നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ പ്രത്യേകിച്ച് കുറേ ഒന്നും കറങ്ങിയില്ല. നമ്മുടെ മെയിൻ പർപ്പസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് മോൺട്രിയലിലോട്ട് പോകണം എന്നാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് മോൺട്രിയലല്ല, ഒട്ടാവയിലോട്ടാണ് പോകുന്നതാണ്. ബട്ട് ഒട്ടാവ ആണെങ്കിലും 4 hour ഡ്രൈവ് ഉണ്ട് വീട്ടിൽ നിന്ന്. അതേപോലെ നമ്മുടെ മെയിൻ പർപ്പസ് അവൻ്റെ US-ൻ്റെ സംഭവം വിസയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. പ്ലസ് അതേപോലെ നമ്മൾ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് അവിടെ എന്തൊക്കെയുണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വെച്ചു. പക്ഷെ ഫുള്ളും പേ ആൻഡ് പാർക്കിംഗ് ആണ്. അത് പിന്നെയും കുഴപ്പമില്ല. പക്ഷെ എന്താ പറയുക, ആകെ അവിടെ പ്രത്യേകിച്ച് കാണാനുള്ളത് കുറേ മ്യൂസിയംസും പിന്നെ അതേപോലെ തന്നെ മറ്റേ ചേർച്ചസും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ്. അതിനൊക്കെ ആണെങ്കിൽ ഭയങ്കര പൈസ കൊടുത്തിട്ട് വേണം കയറാനായിട്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് എൻട്രി ആയിട്ടുള്ള വളരെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ജസ്റ്റ് കറങ്ങി നടന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടിമ്മിൽ നിന്ന് ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. ഇനി നമുക്ക് അഗെയിൻ 3 മണിക്കൂറുണ്ട് വീട്ടിലോട്ട്. ഞാൻ പിന്നെ ഇടയിൽ കുറച്ച് നേരം കിടന്നുറങ്ങി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മുഖമാണ്. പക്ഷെ വീട്ടിൽ പോയിട്ട് നല്ലോണം ഒന്ന് ഉറങ്ങണം, കാരണം ഉറക്കമൊന്നും ശരിയായിട്ടില്ല. രാവിലെ പോയി അതൊക്കെ മൊത്തത്തിൽ ഇതായതുകൊണ്ട് ഒന്നുമില്ല. എനിക്ക് നല്ല വിശപ്പുണ്ട്. ടിമ്മിൽ നിന്ന് ആകെ ഒരു റാപ്പ് മാത്രമേ കഴിച്ചുള്ളൂ. അപ്പോൾ ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ പോണ വഴിക്ക് ഒരു കേരള സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ കയറി എന്തെങ്കിലും മേടിച്ചിട്ട് പോകും. അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്തിട്ട് കഴിച്ചിട്ട് ഇറങ്ങണം. അതാണ് മോട്ടീവ്. ഇന്നത്തെ വെതർ സത്യം പറഞ്ഞാൽ വെയിലല്ല, നല്ല മഴയാണെന്നാണ് കേട്ടത്. പക്ഷെ ഭയങ്കര വെയിലാണ്. ഇനി അവിടെ മഴയാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ നല്ല വെയിലാണ്. നമ്മളപ്പോൾ വീട്ടിലോട്ട് പോകുന്ന റൂട്ടിൽ 1000 Islands എന്ന് പറഞ്ഞൊരു സ്പോട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് കുറേ പേരൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഞങ്ങളിവിടെ അടുത്തുള്ള എവിടെയോ ഇറക്കി പാർക്ക് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചു.
എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകട്ടെ. കുറേ നേരം നിൽക്കുന്നില്ല, കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാനാണ്. നല്ല ഭംഗിയാട്ടോ, നല്ല വ്യൂ ആണ്, നല്ല വെതറാണ്, വലിയ തണുപ്പില്ല, എന്നാൽ വെയിലുണ്ട്, പക്ഷെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തണുപ്പ് ബാലൻസായി പോകുന്നുണ്ട്. ഗൈസ്, ഇതാണ് 1000 ഐലൻഡ്സ്. പക്ഷെ സൂപ്പർ ആട്ടോ കാണാനായിട്ട്, നല്ല ഭംഗിയാണ്. എനിക്കിവിടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ അത്ര ആഴമൊന്നുമില്ല കേട്ടോ. നല്ല ഭംഗി. കാനഡ ഗൂസുകളുണ്ട് ഒരു ലോഡ്. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ എത്തി ആഫ്റ്റർ എ വെരി ലോങ് ഡ്രൈവ്. എൻ്റെ 4.5 മണിക്കൂർ എന്തോ ഉണ്ടായിരുന്നു. വൺ ടയർഡാണ്. ഞാനിപ്പോൾ ഉറങ്ങി വീഴും. പിന്നെ അതേപോലെ എനിക്ക് വിശന്നിട്ടായി, നമ്മളൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൻ്റെ അടുത്തൊരു കേരള സ്റ്റോറുണ്ട്, അപ്പോൾ അവിടെ പോകണം. അവിടെ രാത്രി 8 മണിയാകുമ്പോൾ അടയ്ക്കും, ഇപ്പോൾ 6:30. അപ്പോൾ അവിടെ പോകുമ്പോൾ ടേസ്റ്റി നീബിൾസിൻ്റെ മറ്റേ ഫിഷ് കറി കിട്ടും. അതാകുമ്പോഴത്തേക്കും വീട്ടിൽ പോകുമ്പോൾ ചോറുണ്ടാക്കിയ ചോറും മീൻകറിയും ഒരു തോരൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ ഡിന്നർ ഇഷ്ടമാണ്. അപ്പോൾ അത് മേടിക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിനു വേണ്ടി ഇനി പോവുകയാണ്. അതിവിടെ അടുത്താണ്, ഭയങ്കര ദൂരമൊന്നുമില്ല. ഇവിടെ നിന്ന് 20 മിനിറ്റ്സ് എന്തോ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് നമ്മുടെ വീട്ടിലോട്ടും പിന്നെ അടുത്താണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ജസ്റ്റ് ഒടവ വരെ പോയപ്പോഴത്തേക്കും എടുക്കാമെന്ന് വെച്ചെടുത്തതാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അതേപോലെ ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ അതാകുമ്പോൾ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് ഇട്ടുണ്ടായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.